ഹായ് ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണല്ലോ അല്ലേ? അപ്പോൾ ഞാൻ ഇന്നിവിടെ വെണ്ടയ്ക്ക മുളക് ഇടാന്ന് പറയും. വെണ്ടക്ക കണ്ടോ, വെണ്ടക്ക നന്നാക്കിയതുപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 5-8 തക്കാളി, നല്ല മുഴുപ്പുള്ള തക്കാളി നോക്കിയിട്ട് വലിയ തക്കാളി ഒരു 8 റൗണ്ടിൽ മുറിച്ച്. ഞാനത് വിരുന്നേരക്കൊണ്ടൊരു കഥയായിരുന്നു, ഭയങ്കരമായിട്ട് വിരുന്നേരുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നേരം വൈകി, ഒരുപാട് സമയം വൈകി. ഈ സമയം നമ്മൾ ചോറ് കൊടുക്കണം. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചു, തീ കത്തിച്ച് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ നന്നായി ചൂടായിട്ടുമ്പോൾ കടുക് പൊട്ടിക്കുക, അതിനകത്തോട്ട് വെളുത്തുള്ളി ചതച്ചത് ഇടുക, കരിവേപ്പിലിടുക. എന്നിട്ട് എന്ത് ചെയ്യാം, തക്കാളി ഇട്ട് കൊടുത്തിട്ട് ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് തീ കുറച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് അടച്ചു മൂടി വെക്കുക. അതിനിടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, ചിലപ്പോൾ അടിക്ക് പിടിച്ചു പോവും. അടിക്ക് പിടിക്കരുത്, നന്നായിട്ട് അതുപോലെ ഇളക്കി കൊടുത്തതുപോലെ ചാന്താവണം. കണ്ടോ, ചാന്ത് പരുവത്തിലാവണ സമയത്ത് എന്ത് ചെയ്യണം, പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഈ പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുത്തിട്ട് എന്താ ചെയ്യുക, അതൊന്നും അങ്ങോട്ട് തിളയ്ക്കുന്ന സമയത്ത് നമ്മളെന്ത് ചെയ്യും, ഈ മുറിച്ച് വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കും. എന്നിട്ട് നന്നായിട്ട് വേവിച്ച് അങ്ങോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാലല്ലോ, ഭയങ്കര സംഭവമാണ്. ചോറിന് പിന്നൊന്നും വേണ്ട. അപ്പം ഇന്നത്തെ ഞങ്ങൾ ഫിഷ് എന്ന് പറയുന്നത് മാലാനാണ്. ഇത് നിങ്ങളെന്ത് പറയും എനിക്കറിയാം, ഞങ്ങൾ ഇതിന് മാലാൻ എന്ന് പറയും. ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണം. നമ്മൾ മാലാൻ എന്നാണ് പറയാം കേട്ടോ. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. മാലാൻ പൊരിച്ചതും വെണ്ടയ്ക്ക മുളകിട്ടതും പപ്പടം പൊരിച്ചതാണ് കേട്ടോ. ഇന്നത്തെ നൈറ്റ് ഫുഡ് അതാണ്. ഇതാണ് ഇന്നത്തെ കറികൾ. ഇന്നത്തെ നൈറ്റ് ഫുഡിനുള്ള കറികൾ എന്തൊക്കെയാണ്? മാലാൻ പൊരിച്ചത്, വെണ്ടയ്ക്ക മുളകിട്ടത്. വെണ്ടയ്ക്ക മുളകിട്ടുണ്ടായാൽ തന്നെ ഒരു ഭയങ്കര ടേസ്റ്റാണ്. അത് നിങ്ങൾ അതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിലും കഴിച്ചിട്ടില്ലെങ്കിലും എല്ലാവരും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി കഴിച്ച് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. കണ്ണിലേക്ക് തെറിച്ച് മുളക്, മോൻ്റെ കണ്ണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ കറികൾ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ചിക്കൻ ബിരിയാണി ആയിരുന്നു. പിന്നെ എന്നും ഇങ്ങനെ ബിരിയാണി കാണിക്കണമെങ്കിൽ ശരിയല്ലല്ലോ, സൺഡേയിലും ബിരിയാണിയാണ്. അത് പിന്നെ അത് ഇങ്ങനെ എപ്പോഴും കാണിക്കുന്നത് ഒരു റെഡി അല്ലല്ലോ. വെറൈറ്റി ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഇട്ടിട്ട് കാണിച്ചിട്ടല്ലേ കാര്യമുള്ളൂ. അപ്പോൾ ഞാനിന്ന് ക്ഷേമനിധിൻ്റെ മീറ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞ് വന്നിട്ട് എന്ത് ചെയ്തു, ഭക്ഷണം കഴിച്ചിട്ട് ഒന്ന് അവിടെ കിടന്നുറങ്ങിയിട്ട് 4 മണി ആയപ്പോഴാണ് ഇരിച്ചത്. കാരണം ഇന്ന് ഇത്രേ പണിയുള്ളൂ. കണ്ണിൽ ഇത്തിരി വെള്ളമാക്കട്ടെ, കണ്ണിലേക്ക് എരിവ് പോയി. ഇത്രയല്ലേ പണിയുള്ളൂ എന്ന് കരുതിയിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്തു. അപ്പോൾ എന്തായി, അത് മൊത്തത്തിൽ സമയം വൈകി. അപ്പോൾ അങ്ങനെ മീൻ പൊരിക്കൽ കഴിഞ്ഞു. വേണ്ട, ഇത്രയും മീൻ പൊരിച്ച റൂമിലേക്ക് ചോറ് വേണ്ട. അപ്പോൾ അങ്ങനെ നമ്മുടെ തക്കാളി ചാന്ത് പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് കുറച്ച് ആദ്യത്തെ പുളി പിഴിഞ്ഞതല്ല. അപ്പോൾ നമുക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ, ഓവറാവണ്ട. ആവശ്യത്തിന് ഒഴിക്കാം. അപ്പോൾ പുളിവെള്ളം ഒഴിച്ചു. ഇനി അതിനകത്തോട്ട് എന്ത് ചെയ്യാം, നമുക്ക് വെണ്ടയ്ക്ക അങ്ങോട്ട് ചെറുപറയെ തട്ടിക്കൊടുക്കാം. കേട്ടാ, ചട്ടപ്പെട്ടാന്ന് അങ്ങോട്ട് വീണ്. അതുകൊണ്ട് അതിന് നന്നായിട്ടൊന്ന് ഇളക്കി മറിച്ച് റെഡിയാക്കി നമുക്കങ്ങോട്ടൊന്ന് അടച്ച് വെക്കണം. പാകണ്ട നോക്കട്ടെ, ഉപ്പ്, ഇത്തിരി ഉപ്പ് വേണം. എന്താ ടേസ്റ്റാണെന്നറിയാം ചോറുണ്ണാൻ. പിന്നെ ഒന്നും വേണ്ട അതിലേക്ക്, പ്രത്യേകിച്ച് കറിയായിട്ടൊന്നും. ഇതുണ്ടായാൽ തന്നെ ഉഷാറാണ് ചോറുണ്ണാൻ. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം എടുക്കാം. ഇത്രയും കൂടി വെള്ളം എടുത്തിട്ട് ഇതിനകത്തോട്ട് ചേർക്കാം. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കണമല്ലോ. കാണിക്കാതിരുന്നാൽ നമ്മൾ തമ്മിലുള്ളൊരു ബന്ധം നഷ്ടപ്പെട്ടു പോകില്ലേ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ, ഇതാണ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ഫോളോ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. മറക്കരുത് ആരും. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.